ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണെന്ന് അറിയാം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്. ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. current feelings of your person. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. സ്പിരിച്വൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിലുള്ള ആ ഒരു സ്പേസ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നൊരു സമയമാണ്. എസ്പെഷ്യലി ഈ ഒരു സമയം നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന സമയം കൂടി ആയിരിക്കാം. അതിനായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാണുന്നുണ്ട് റിപ്പീറ്റായിട്ട് തന്നെ. അതായത് വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ്, വൈറ്റ് ബേർഡ്സ്, അതുപോലെ തന്നെ റെയിൻബോ സയൻസ്, അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന അടയാളങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഫീലിങ്സിലാണുള്ളത്. അതായത് നിങ്ങൾ അവരിൽ നിന്നും ഒരുപാട് അകലങ്ങളിലാണ്. പക്ഷേ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. ആ ഒരു സമയത്ത് അവർ ശരിക്കും അവരുടെ ലൈഫിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒത്തിരി അകലത്തിലാണ് എങ്കിലും അവർ ചിന്തിക്കുന്നത് അവരുടെ ലോകം ഇത്രയും മനോഹരമാക്കിയത് നിങ്ങളാണ്, അവരുടെ ലോകം തന്നെ നിങ്ങളാണ്. സോ ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടു പോകരുതേ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ സാമീപ്യം എത്രത്തോളം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ആൻഡ് ഈ വ്യക്തി ഒരുപാട് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് പേഴ്സണലി അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് അവർ ഈ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അവർ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളും ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. പരസ്പരം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഈ റിലേഷൻഷിപ്പ് ഒരു ടോട്ടലി സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് പോസിബിൾ ആകുന്ന ഒരു ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും പല കാരണങ്ങളാൽ അവർ അതിനെ ഒഴിവാക്കുകയാണ്. അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ, നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയാത്ത പോലെയൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആവുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. അതായത് ഒരുപാട് നാളായിട്ട് ചിലപ്പോൾ ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ടാവാം. യാതൊരു കോണ്ടാക്ട് ഇല്ലാതായപ്പോൾ നിങ്ങളുടെ മനസ്സ് മാറിപ്പോയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് പോയോ, ഇത്തരത്തിലുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഈ വ്യക്തി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹാപ്പി ഫാമിലി ലൈഫാണ്. അതായത് ഈ വ്യക്തിക്കും നിങ്ങൾക്കും സന്തോഷകരമായിട്ടുള്ള ലൈഫ് തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും അധികം അവർ ചിന്തിക്കുന്നത് ഒത്തൊരുമിച്ചുള്ള ജീവിതം തന്നെയാണ്. റെയിൻബോ സയൻസ് നമുക്ക് റിപ്പീറ്റായിട്ട് കാണുന്ന പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻറ്റർ ചെയ്യാനുള്ള സമയമായി എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണത്. ഈ വ്യക്തി തികച്ചും സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ നൽകാത്ത ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം ഒക്കെ അവർ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും തന്നെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ ശക്തമാക്കാനായിട്ട് ഇത്രയും അധികം ആഗ്രഹിക്കുന്നത്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ കാരണം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് നല്ലതും അല്ലെങ്കിൽ മോശമായതുമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ സാമീപ്യം ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് ചില ഡൗട്ട്സ് ആയിരിക്കാം, ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാത്തതായിരിക്കാം, എന്തൊക്കെ ആയിരുന്നാലും അതിനെല്ലാം തന്നെ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സൽ പ്ലാനാണ്. കാരണം രണ്ടുപേരും പരസ്പരം ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കേണ്ടുന്ന സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.